നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, യേശുവിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിലേക്ക് നിക്ഷേപങ്ങൾ കൂട്ടിവെക്കേണ്ടവരാണ്. നമ്മൾ താൽക്കാലികമായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അവിടുത്തെ അനുകരിച്ചുകൊണ്ട്, അവിടുത്തെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗത്തെ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. അതെ, നമ്മൾ ജീവിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നതാണ് ദൈവത്തിന്റെ ഒരേ ഒരു ആഗ്രഹം. അതിനായിട്ടായിരിക്കണം നമ്മുടെ ഈ ലോക ജീവിതം. നമുക്കറിയാം, നമ്മൾ വെറും പൊടി മാത്രമാണ്. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം അവസാനിക്കാൻ. അതുകൊണ്ട് ഉള്ള കാലം നമുക്ക് ഏറ്റവും നന്നായി, ഏറ്റവും അനുഗ്രഹമുള്ളവരായി, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നമുക്ക് എല്ലാവർക്കും മാറണം. നമ്മുടെ അയൽവാസികളെ നാം ആയിരിക്കുന്നത് പോലെ കാണാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് പ്രഘോഷിക്കുന്നത്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണല്ലോ യേശു നമ്മളെ പഠിപ്പിച്ചത്. ബൈബിളിലും ഇത് തന്നെയാണ് പറയുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നതിനോ വാശി പിടിക്കുന്നതിനോ മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നതിനോ മറ്റുള്ളവരോട് ദേഷ്യത്തിൽ പെരുമാറുന്നതിനോ ഒന്നും വേണ്ടിയിട്ടുള്ളവരല്ല. അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു പഠിപ്പിച്ച അതേ മാതൃക എന്തെല്ലാം കുറവുകൾ മറ്റുള്ളവരിൽ ഉണ്ടായാലും, നമ്മുടെ വീടുകളിലായിരിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളിലായിരിക്കാം, നമ്മളുമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവരിലായിരിക്കാം, എവിടെ കുറവുകൾ പോരായ്മകൾ ഉണ്ടായാലും അവയെല്ലാം സന്തോഷത്തോടെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, അവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അവിടെ യേശു ജീവിക്കുകയാണ്. യേശു വീണ്ടും വീണ്ടും നമ്മിൽ ജീവിക്കുകയാണ്. ഇത് മാത്രമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതിനായി നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ലെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, സ്വന്തം ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയാണ് ചെയ്തത്. ഒരു തെറ്റുപോലും ചെയ്യാത്ത